ഒരു മാലക്കച്ചവടക്കാരിയാണ് ഇന്ത്യയിലെങ്ങും ഇപ്പോൾ ചർച്ചാ വിഷയം. ഉത്തർപ്രദേശിലെ കുംഭമേളയിൽ മാലക്കച്ചവടത്തിന് വന്ന 50 സംഘത്തിലെ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയാണെന്ന് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയകളിൽ ചർച്ചാ വിഷയം. കറുത്ത് മെലിഞ്ഞ് ചാരക്കണ്ണുള്ള ആ സുന്ദരിയെ യൂട്യൂബർമാർ കണ്ടെത്തുകയും പിന്നീട് ഒരുപാട് ആ വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തതോടുകൂടി ആ പെൺകുട്ടി വൈറലായിരിക്കുകയാണ്. ഒരാളിന്റെ സമയം എപ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചത്. ഒരു സാധാരണ കുടുംബത്തിലെ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി, അവർ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഇത്തരം മേളകൾ നടക്കുമ്പോൾ മാലക്കച്ചവടമായിട്ട് പോകുന്ന, അച്ഛനും അമ്മയോടൊപ്പം മാലക്കച്ചവടത്തിന് പോകുന്ന ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി ഇന്ന് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ അറിയുന്നത് ഹിന്ദി സിനിമയിലേക്ക് പോലും അഭിനയിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ യൂട്യൂബർമാർ പലരും പറഞ്ഞ കമന്റുകളും വൈറലായിരിക്കുകയാണ്. ഒരു പണമുള്ളൊരു വീട്ടിൽ ഉള്ള പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇവിടെ സിനിമയിൽ അഭിനയിക്കേണ്ടി വരുമായിരുന്നു, അഭിനയിക്കാനുള്ള സൗന്ദര്യമുള്ള പെൺകുട്ടിയായിരുന്നു, സാധാരണക്കാരിയായതുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടാതെ പോയെന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകൾ നാട്ടിലെങ്ങും നിറയുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഇന്നലെ കേരളത്തിലും ഈ മൊണാലിസ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ ആ ചെമ്മണ്ണൂരിന്റെ ആ പ്രവൃത്തിയെ ഒരു മധുര പ്രതികാരം എന്നും പറയുന്നുണ്ട്. ഈ അടുത്ത് ഹണി റോസും ചെമ്മണ്ണൂരും തമ്മിലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അതിന് പകരമായി പുതിയൊരു ഉദ്ഘാടകയെ കൂടി കേരളത്തിന് പരിചയപ്പെടുത്തി എന്നുള്ള രീതിയിൽ ഹണി റോസിനോടുള്ള മധുര പ്രതികാരമാണ് ചെമ്മണ്ണൂർ ബോച്ച കാണിച്ചതെന്നുള്ള ചർച്ചകൾ നടക്കുകയാണ്. എന്ത് തന്നെയായാലും ഒരു മാലക്കച്ചവടക്കാരിയായ ഒരു സാധാരണക്കാരി പെൺകുട്ടി ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയും സോഷ്യൽ മീഡിയകളിൽ ഒരു വൈറൽ താരമായി മാറിയിരിക്കുകയും ചെയ്യുകയാണ്.